ശ്രീ ജോമൻ പുത്തമ്പുരക്കൽ, ഈ അങ്ങയുടെ സർക്കാർ ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട ദുരുപയോഗവുമായി ബന്ധപ്പെട്ട അങ്ങയെ കുടിയിറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട വൈരാഗ്യ ബുദ്ധി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നമ്മൾ തന്നെ നേരത്തെ വാർത്തയുടെ ഭാഗമായി തന്നെ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതിനങ്ങ് മറുപടി പറയുകയും ചെയ്താണ്. ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ സംസാരിക്കുകയാണല്ലോ. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി മുന്നോട്ട് വന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ എന്ന് പറയുന്നതിനെ ജനത്തിന്റെ ചെലവിൽ വെച്ചു പൊറുപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ അല്ലെങ്കിൽ അവനവന് വ്യക്തിപരമായി നേരിടേണ്ടി വരുന്ന ആരോപണങ്ങളെ സർക്കാരിന്റെ ചെലവിൽ, സംവിധാനത്തിന്റെ ചെലവിൽ വെള്ളയടിച്ചു കാണിക്കുക എന്ന് പറയുന്നത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ ശക്തിയോടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോടുള്ള അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേലല്ല എങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അത് ആദ്യം തന്നെ എന്റെ കാര്യം റെസ്റ്റ് ഹൗസിൽ കുടിയൊഴിപ്പിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെതിരെ ധനകാര്യ പരിശോധന നടത്തിയതിന്റെ വൈരാഗ്യത്തിലാണ് അദ്ദേഹത്തെ പ്രതിയാക്കി ഞാൻ വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്ത് ഉത്തരവ് വാങ്ങിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പച്ചക്കള്ളമാണെന്നുള്ളത് പിന്നീട് ശരിയാൻ കഴിയും. ഇപ്പം മാതൃഭൂമിയിലെ ചർച്ചയിൽ തന്നെ അത് ആദ്യമായി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനുള്ള ചർച്ചയിലും വന്നിട്ടില്ല. എന്താണ് ഇത്? എബ്രഹാത്തിനെതിരെ 2016 ഒക്ടോബർ 7 വിജിലൻസ് അന്വേഷണത്തിന് തിരുവനന്തപുരം കോടതി ഉത്തരവിടുന്നത്. അതിനുശേഷം 25 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്കെതിരെ ഞാൻ വാദിയായ കേസിലെ 3 വിജിലൻസ് അന്വേഷണം നേരിടുന്ന പ്രതിയായിട്ടുള്ള പെണ്ണമ്മ എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിച്ച് ഞാൻ വാദിയായ കേസിലെ പ്രതി അന്വേഷിക്കുന്നു, വേറൊരു പ്രതി പരാതി കൊടുക്കുന്നു. ആ ധനകാര്യ പരിശോധന റിപ്പോർട്ട് നടത്തി 3 ദിവസത്തിനുള്ളിൽ നടത്തി സർക്കാർ റിപ്പോർട്ട് കൊടുത്തു. അത് കെട്ടിച്ചമച്ചാണെന്നും വ്യാജമാണെന്നും തെളിഞ്ഞിരിക്കുകയാണ്. പിന്നെന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയല്ല, പരാതിക്കാരന്റെ പേരിൽ ഒരു കേസിട്ട് അന്വേഷിക്കുകയാണ് ചെയ്തത്. കേരള സംസ്ഥാനത്ത് ഒരു കേസിലെ പ്രതിയായ ആള് അദ്ദേഹം ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ അധികാരം ദുരുപയോഗം ചെയ്ത് വ്യക്തിപരമായ അഴിമതി നടത്തിയതിന്റെ ആ അഴിമതി കോടതിയിലൂടെ അന്വേഷിച്ച് ഉത്തരവിടിച്ചതിന്റെ പേരിൽ വാദിക്കെതിരെ എങ്ങനെയാണ് കെട്ടിച്ചമച്ച് നിയമവിരുദ്ധമായി വാദിക്കെതിരെ അന്വേഷണം ആ പ്രതിക്ക് എങ്ങനെ നടത്താൻ പറ്റും? എന്നിട്ടും ഞാൻ എതിർക്കാൻ പോയില്ല. അന്വേഷിച്ചോട്ടെ, എനിക്കൊരു അന്വേഷിക്കുന്നത് കുഴപ്പം. അന്വേഷിച്ചപ്പോൾ അത് കളവാണെന്ന് പ്രൂവ് ചെയ്തെന്ന്. അതിനെപ്പറ്റി 1 മണിക്കൂർ ചർച്ച ചെയ്താലും തീരെയല്ല. അതുകൊണ്ട് ആ ഡീറ്റെയിൽ കിടക്കാം. എന്നിട്ട് എന്നെ പിഴ ചുമത്തി എന്ന് പറഞ്ഞ ആ പിഴ 1 രൂപ പോലും എന്നോട് ചോദിച്ചൊരു നോട്ടീസ് വന്നിട്ടില്ല. അത് കെട്ടിച്ചമച്ചാണെന്ന് തെളിഞ്ഞ് 9 വർഷമായി. 2016 കഴിഞ്ഞപ്പോൾ 9 വർഷമില്ലേ? ഇന്നേ വരെ ആ ധനകാര്യ പരിശോധന റിപ്പോർട്ട് കളവാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അത് നിയമസഭ പെറ്റീഷനുകൾ തെളിവെടുപ്പ് നടത്തി അത് പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. 2 അവിടെ നിൽക്കട്ടെ. ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വീരാവശ്യം വെച്ചെടുത്ത് ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിക്ക് അന്നത്തെ കൊടുത്തു. അതായത് 2015 മെയ് 25 എന്റെ പരാതിയിന്മേൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി മുഖേന വിശദീകരണം ചോദിച്ചു. എന്താണ്? 33 വർഷത്തെ സർവീസിനിടെ ഒരിക്കൽ പോലും 15,000 രൂപ മൂവലാൻഡ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ആശ്രിതയുടെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും ഫയൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ മുഖ്യമന്ത്രി വിശദീകരണം ചോദിച്ചത് 2015 ജൂൺ 10 അന്ന് തന്നെ എബ്രഹാം ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുത്തു. എന്റെ ഭാര്യ ഷെയറിൽ ആശ്രിതയുടെ 2 മക്കള്, ഭാര്യയ്ക്ക് ദേഹത്തിന് ഉപയോഗിക്കാൻ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതിന് മുമ്പ് തന്നെ എഴുതി കൊടുത്ത് അവസാനിപ്പിച്ചു. അവൻ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോൾ ഭാര്യയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വന്നത് വിജിലൻസ് കണ്ടെത്തിയിട്ട് അത് കൊടുത്ത് ന്യായീകരിച്ചാണ് കൊടുത്തത്. പക്ഷെ കോടതി കൊടുത്തപ്പോൾ ആ വിജിലൻസ് കോടതി അതിന്റെ രേഖകളെല്ലാം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് കോടികൾ വളരെ ലളിതമായി ഇത് പറയാം. ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉപയോഗിക്കാനുള്ള ഡ്രസ്സോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ആൾ അവിടെ വിട്ട് കൊടുക്കുന്നതിൽ മാറ്റി പറയാൻ പറ്റും. സ്വത്ത് വിവരങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് പിന്നെ മാറ്റി പറഞ്ഞാൽ നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ഡയമണ്ട് സ്വർണം വാങ്ങിച്ചതിന്റെ 1,37,000 രൂപ അവരുടെ അക്കൗണ്ടിൽ നിന്ന് പോയുണ്ട്. തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിൽ ഭക്ഷണം കഴിച്ചതിന്റെ വകയാന്ന് തോന്നുന്നു 1,00,000 രൂപകളും വരുന്നുണ്ട് ഈ ഷെയർലി എബ്രഹാത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയി. അങ്ങനെ കോടികൾ ചെലവായതും വന്നുപോയ കണക്കുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ബോധ്യപ്പെട്ടു. അപ്പം ഈ പറയുന്ന അതവിടെ നിൽക്കട്ടെ, അതൊക്കെ കോടതിക്ക് ബോധ്യമായി. എന്നെപ്പറ്റി പറഞ്ഞ ആരോപണം മുഴുവൻ എബ്രഹാം ഹൈക്കോടതിയിൽ ഉന്നയിച്ച് ഹൈക്കോടതി ശാസിച്ച് മേലാൽ ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. എബ്രഹാമിന് അവിടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അത് ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു നോക്കാം. അതല്ലേ
ഞാൻ മാധുവിന് CBSEക്ക് ഇന്നലെ കൊടുത്ത എന്റെ പരാതിമേലെ അങ്ങ് തന്നെയാണ് ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാ മറ്റുള്ളവർ കൂടി ഇത് വളരെ സാങ്കേതികമായ ഒരു വിധിയുടെ ഭാഗമായ കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാവരും കൂടി കേൾക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഒരു വർഷത്തോളം വാദം നടത്തി KA കേൾക്കാനുള്ള മുഴുവൻ കേട്ടിട്ടാണ് വിധി പറഞ്ഞിരിക്കുന്നത്. പിന്നെ KA ഒന്നും കേട്ടില്ലെന്ന് പറയുന്ന നുണയല്ലേ? അതൊന്നും വേണ്ട. ഈ KA മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു കത്തിൽ പറയാ, ഈ പറയുന്ന KA അതീവ ഗുരുതരമായ കോടതി ലക്ഷക്കേസ് നേരിടേണ്ട അവസ്ഥയിലേക്ക് വരുന്ന ഒരു കാര്യം പറയണം. എന്താണ്? ഹർജിക്കാരൻ അനുകൂല ബെഞ്ചിൽ, ഇപ്പം വിധി പറഞ്ഞ ബെഞ്ചിൽ, അനുകൂല ബെഞ്ചിൽ വരാൻ വേണ്ടി ഹർജി ഫയൽ ചെയ്ത് അനുകൂല വിധി വാങ്ങിച്ചത് ജസ്റ്റിസ് K. ബാബു എന്ന് പറഞ്ഞ ഈ വിധി പറഞ്ഞ ഈ ഹൈക്കോടതിയിലെ ബെഞ്ചിൽ ഫയൽ ചെയ്ത് അനുകൂല വിധി വാങ്ങിച്ചത്. അപ്പോൾ ഞാനിവിടെ അപ്പീൽ ഹൈക്കോടതി ഫയൽ ചെയ്ത് 2018 ഫെബ്രുവരി 28 അന്ന് ജസ്റ്റിസ് K. ബാബു എന്ന് പറഞ്ഞ ജഡ്ജി ജില്ലാ ജഡ്ജിയാണ്, ഹൈക്കോടതി ജഡ്ജി പോലും ആയിട്ടില്ല. അദ്ദേഹത്തെ അന്ന് ഞാൻ ഫയൽ ചെയ്തപ്പോൾ ജസ്റ്റിസ് ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജിയാണ് മുമ്പിലാണ് വന്നത്. ഇതൊക്കെ ഈ പറയുന്ന വാദത്തിന്റെയും വിസ്താരത്തിന്റെയും സമയത്ത് നടക്കുന്നതാണ്. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആ വിധി, ഹൈക്കോടതി വിധി പോലും കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി പറയണം എന്നുള്ളതാണ് അന്ന് KM അബ്രഹാം പറഞ്ഞത്. അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി പറയുമോ എന്നുള്ളതാണ് സാധാരണക്കാരന്റെ ചോദ്യം.